Oh guys, once again welcome back to another variety video. Trip with Shinil. ഗൈസ്, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇല്ല, സമയം കളയണില്ല. അപ്പോൾ വളരെ വളരെ സ്മോൾ ഇൻട്രോ ഐഡിയ. നമ്മൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറേ മിഠായികളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകണം. മിഠായികൾ ഇത് കണ്ടോ, നിറയെ മിഠായികളാണ്. അപ്പോൾ ഈ മിഠായികളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകണം. ഈ മിഠായികൾക്ക് സിഗരറ്റ് മിഠായി ഇവിടെ ഉണ്ട്. ഈ മിഠായിക്ക് ഒരു പ്രത്യേകത ഉള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈടത്തിന് ഇഷ്ടമുള്ള മിഠായി ഏതാ? അതല്ല ഈടത്തേക്ക് ഇപ്പം കഴിക്കണതിൽ ഇഷ്ടമുള്ള മിഠായി കോയിയാ? കോയിൻ മിഠായി ഇപ്പം കഴിക്കാറുണ്ടോ? കോയിൻ മിഠായി അതൊക്കെ മേടിക്കാൻ കിട്ടാറുണ്ടോ? എഡുവിന് ഇഷ്ടമുള്ളതാ ഡയറി മിൽക്ക്. ഈടത്തിനാ കോയിൻ. ഓക്കെ, അപ്പോൾ കോയിൻ മിഠായി പിന്നെ ഡയറി മിൽക്കൊക്കെയാണ് എഡുവിനൊക്കെ ഇഷ്ടം. ഓക്കെ, അപ്പം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ, ഞങ്ങളുടെയൊക്കെ 90 കിഡ്സാണ്, ചെറിയ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അമ്മായി മിഠായി അങ്ങനെയുള്ള മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ മിഠായി ഞാനൊന്ന് എൻ്റെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഞങ്ങൾ പണ്ട് കഴിച്ച മിഠായികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യത്തെ മിഠായി എന്ന് പറയുന്നത് ഇതെന്താ മിഠായിയാ? ഇതാ എന്താണ് ഇതിൻ്റെ പേര്? എന്ത് കണ്ടിട്ട് തോന്നണം? ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വെയിറ്റ് വെക്കണ സാധനം അല്ലേ? ഇത് പണ്ട് കടകളിലൊക്കെ ചെല്ലുമ്പോഴേ എന്താണ് കിലോ കണക്കിന് നമ്മൾ സാധനങ്ങൾ മേടിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ 1 കിലോ പഞ്ചസാര അല്ലെങ്കിൽ 1/2 കിലോ പഞ്ചസാരയൊക്കെ മേടിക്കുമ്പോൾ ത്ലാസ് ഉണ്ടായിരുന്നു. ത്ലാസ് അതിങ്ങനെ കടയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഒരു സൈഡിൽ പഞ്ചസാര 1/2 കിലോ എടുത്ത് വെക്കും. എന്നിട്ട് 1/2 കിലോൻ്റെ കട്ടി വെക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടി ഈക്വലായി കഴിയുമ്പോഴാണ് ആ കച്ചവടക്കാരൻ നമുക്ക് ഈ സാധനം പൊതിഞ്ഞ് തരുന്നത്. ഓക്കെ, ഇപ്പം എല്ലാവരും പാക്ക് ചെയ്ത് വരുന്നുണ്ടല്ലോ. 1 കിലോ 1/2 കിലോ ഒക്കെ പാക്ക് ചെയ്ത് വരുന്നുണ്ട്. പണ്ടൊക്കെ ഇത് ലൂസാണ്. അതിങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഗ്രാമപ്രദേശങ്ങളിലെ കടകളിലൊക്കെ ചെന്നാൽ ചിലപ്പോൾ ഇപ്പോഴും ത്ലാസ് ഉണ്ടാവും. അപ്പോൾ ആ ത്ലാസിൽ വെക്കുന്ന കട്ടിയാണിത്. ആ കട്ടിയുടെ ആകൃതിയിലുള്ള ഒരു മിഠായിയാണിത്. അപ്പോൾ രണ്ടുപേര് ഇതുമേലൊക്കെ നോക്കി 1 കിലോ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോൾ. നോക്കി ഇത് ഇവിടെ എഴുതിയേക്കണുണ്ടാ? 100 ഗ്രാം കണ്ട, 100 എഴുതിയേക്കണുണ്ടാ? 1 2 0 1 2 0 0 കൂടെ കാണിച്ചേക്കണുണ്ടാ? അപ്പം ഇത് 100 ഗ്രാമിൻ്റെ കട്ടിയാണ്. ഒരു 100 ഗ്രാമിൻ്റെ കട്ടി പിടിച്ചേ, ഒന്ന് കഴിച്ചു നോക്കിയേ. ഇത് കഴിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട് നോക്കിയേ. എന്താ രുചിയുണ്ടാ? കടിക്കാൻ പറ്റണല്ലേ? പണ്ടത്തെ അതേ മണം. പണ്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ മേടിക്കാൻ കിട്ടണം. അതിൻ്റെ രുചി ഇപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നൊന്ന് നോക്കട്ടെ കേട്ടാ. അന്നത്തേക്കാളും കുറച്ചും കൂടി കട്ടി കൂടിയെന്ന് തോന്നും. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പങ്ക ഉണ്ടാക്കുമായിരുന്നു. പങ്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നൂല് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കണം. ഈ സോഡയുടെ പൂള് കൊണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നേ ഗൈസ്. അപ്പോൾ നമ്മളിത് ഈ ഒരു എന്താണ് ഈ കറക്കണ മിഠായി നമ്മളിത് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഈ കറക്കണ മിഠായി അന്നത്തെ ഭയങ്കര ഫേവറേറ്റ് സാധനമായിരുന്നു. അപ്പോൾ ഈ കറക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഈ മിഠായി മേടിക്കും. 50 പൈസയൊക്കെ ആയിരുന്നാണോ തോന്നണം. ഇപ്പോൾ ഈ മിഠായിക്ക് 30 രൂപയാണ് കേട്ടോ. ഈ ഒരു പാക്കറ്റിന് 30 രൂപയാണ് നമുക്ക് മേടിക്കണത്. ഇന്നലെ ഞങ്ങൾ വനിതയുടെ വീടിൻ്റെ എക്സിബിഷൻ നമ്മുടെ ശക്തനിലല്ല, നമ്മുടെ പൂരപ്പറമ്പിൽ കിടക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഈ സംഭവം കണ്ടത്. അങ്ങനെ കൗതുകം തോന്നിയിട്ട് നമ്മൾ മേടിച്ചതാ. ഓക്കെ, കാണിച്ചില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിങ്ങനെ കാണിക്കുമെന്നാണ് എൻ്റെ ഓർമ്മയിൽ. ഇങ്ങനെ കാണിക്കും. നല്ല ടേസ്റ്റില്ലേ? ഇതിങ്ങനെ കാണിച്ചിട്ട് കണ്ടതേ നോക്കിയേ. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ഈ കറക്കുന്ന മിഠായി ഇത് ഞങ്ങൾ കറക്കാൻ വേണ്ടി മേടിച്ചാണ്. ഓർക്കണ്ട? അല്ല, നിങ്ങൾ ഓർക്കണ്ടാവില്ല, ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് റൂമിൻ്റെയൊക്കെ അപ്പുറത്ത് അമ്മായി അനിസ്താത്തിയുടെ കടയുണ്ട്. അനിസ്താത്തിയുടെ കട, ജോണേട്ടൻ്റെ കട, പോളേട്ടൻ്റെ കട, അങ്ങനെ ആ കടയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മിഠായിയാണിത്. ഇങ്ങനെ കറക്കും കണ്ടാ? ഇങ്ങനെ കറക്കുന്ന മിഠായി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ കറക്കി നോക്കിയേ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഗ്യാസ് മിഠായിയുടെ ടേസ്റ്റാന്ന് തോന്നുന്നു. നല്ല അടിപൊളി കേട്ടോ, അടിപൊളി മധുരമുണ്ട്. പണ്ടത്തെ അതുപോലത്തെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പണ്ടത്തെ അതേ ടേസ്റ്റാണ്. ഇതെന്നോ
ഇനി കട്ടി കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഇനി അമ്മായി മിഠായി. ഇതിന് ഞങ്ങൾ അമ്മായി മിഠായി എന്നാണ് പറയണത്. ഇത് ശരിക്കും മറ്റേ എന്തുവാണ്, ഈ പുളിയല്ല, ഇത് എന്തുവാണെന്നാ ശർക്കരയാണെന്ന് തോന്നുന്നു, ശർക്കര. അപ്പോൾ ഞങ്ങൾ ഇതും കൂടി പൊട്ടിക്കുകയാണ്. പണ്ടത്തെ ഞങ്ങളവിടെ അമ്മായി മിഠായി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടതേ അമ്മായി മിഠായി, നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അമ്മായി മിഠായി ഇതാണ് അമ്മായി മിഠായി. ഇതാ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ആ, അത് കടയിലുണ്ടാവും. ഇത് പണ്ട് ഞങ്ങളുടെ കടയിലൊക്കെ ഉണ്ടായിരുന്നാണ്. പിന്നെ കുറേ നാളത്തെ കാണാണ്ടായി. ഇപ്പോൾ വീണ്ടും കണ്ടു തുടങ്ങിയേക്കണാണ്. നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. അതേ ടേസ്റ്റ് കേട്ടാ, അമ്മായി മിഠായിയുടെ അതേ ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ ഉള്ള സമയത്ത് അമ്മായി മിഠായിയൊക്കെ സ്ഥിരമായിട്ട് മേടിക്കുന്നു. അപ്പം അമ്മായി മിഠായി കഴിഞ്ഞു. ഇനി ഈ മിഠായി ഓർമ്മയുണ്ടോ? ഈ മിഠായി ഇനി ഇത് കപ്പലണ്ടി മിഠായി, മറ്റേ എന്തുവാണ് ഈ കളർ പെട്ടേക്കണ കപ്പലണ്ടി മിഠായിയാണത്. നോക്കട്ടെ, ഇത് എങ്ങനെയുണ്ട് നോക്കട്ടെ. ചുവപ്പ് വേണോ? എന്ത് വേണം? വെള്ള വേണോ ചുവപ്പ് വേണോ? ഇത് ഓറഞ്ചാണ്, ഇതെല്ലാം ചുവപ്പാ? പിങ്ക്. നിനക്ക് ഏതാണ്ടാ? വെള്ള. ഞാനും വെള്ള കഴിച്ചു നോക്കട്ടെ കേട്ടാ. ഇതിൻ്റെ ഏറ്റവും അവസാനം എൻ്റെ ഓർമ്മയിൽ കപ്പലണ്ടിയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് എൻ്റെ ഓർമ്മ. കപ്പലണ്ടി അല്ലേ? ആ അല്ലേ? കപ്പലണ്ടി. അതൊക്കെ ഭയങ്കര ഓർമ്മയുണ്ട്. അതൊക്കെ പീക്രി. ആ, പീക്രി അല്ലേ? ഇനി അടുത്തത് ഇതാണ്. ഇത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ഇതുമേല് എന്താണ് പപ്പാഞ്ഞിയുടെ പടമാണ്. ജോക്കറാണത്. എന്താ എഴുതിയേക്കണ? ഇതാണ് ജോക്കർ മിഠായി. ഇതിന്റെ പുറകിൽ കണ്ട ഒരു എന്താണ്, ഇത് ജോക്കർ തന്നെയാണ്. ജോക്കറാണല്ലേ? ജോക്കറിന്റെ പടം ഉണ്ട്. അപ്പൊ ജോക്കറിന്റെ പടം ഉണ്ട്. എന്താ എഴുതിയേക്കണ മേല്? മധുരൈ. ജോക്കർ മധുരൈ അല്ലേ? ഇത് ജോക്കർ മധുരൈ എന്നാണ് എഴുതിയേക്കണ. ഇതിങ്ങനെ തുറന്നാൽ മതി. കണ്ടത് ഇങ്ങനെ മടക്കാണത്. കണ്ടാ? അതെ, അങ്ങനെ ജോക്കർ മധുരൈ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടാ. ഇതെനിക്ക് തോന്നുന്നത് ഇതിന്റെ ടേസ്റ്റ് എന്താ? ജോക്കർ മധുരയുടെ ടേസ്റ്റ് എന്താ? സാധാരണ കാഡ്ബറി ആണോ? ഒരു അലുവയുടെ മണം ഉണ്ടല്ലോ. അമ്മായി മിഠായിയുടെ ടേസ്റ്റ് അല്ലേ? പക്ഷേ ഇത് കുറച്ചും കൂടി കട്ടിയാണ്. മറ്റേത് കുറച്ചും കൂടി മറ്റേത് കട്ടി കുറവാ. ഇത് കട്ടി കൂടുതൽ അല്ലേ? ആണോ? ഞങ്ങളേ പറമ്പിലിരിക്കണ കാരണം ചെറുതായിട്ട് കൊതുകിന്റെ പ്രശ്നമുണ്ട് അല്ലേ ഇടൂ? എന്നാ ഈ ഇടത്തിന്റെ ഒരു ഫേവറേറ്റ് കോയിൻ, ഇടുവിന്റെ കോയിൻ. പൊട്ടിക്കണോ ഇത്? അപ്പൊ ഇത് കോയിൻ മിഠായി. പണ്ട് അപ്പൊ എടുത്ത് പറഞ്ഞതുപോലെ ചില കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള മിഠായിയാണ്. നല്ല അടിപൊളി മിഠായിയാണ്. കറക്റ്റ് ചോക്ലേറ്റ്. നല്ല ചോക്ലേറ്റിന്റെ മണമൊക്കെ ഉണ്ട് അല്ലേ? ആഹാ, എന്തോ പോലെയാ. എടുത്തിട്ട് ഇഷ്ടപ്പെട്ടില്ല? എടുത്തിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ല. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ചേട്ടാ. മറ്റേ പള്ളിയിൽ അച്ഛൻ കൊടുക്കണ പോലത്തെ ഓസ്തി പോലത്തെ ചെറുതല്ലേ? ഇഷ്ടമുണ്ട്. പുറയില് എന്താണ്? യൂറോപ്പ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. പിടിച്ചേ, പൊട്ടിക്കട്ടെ, തരാ. ആക്രാന്തം കാണിക്കല്ലേ? അപ്പോഴേക്കും ചോദിച്ചോണ്ടിരിക്കണം ആക്രാന്തം. ഏത് കളർ വേണം നിനക്ക്? ഓക്കെ, ഇവൾ പിങ്കിന്റെ ആളാ. പിങ്കത്തി എന്നാ പിങ്ക്. നിനക്ക് ഏതാ വേണ്ട? ബ്ലൂ. ഇവൻ ബ്ലൂവിന്റെ ആളാ. ഇതിൻ്റെ വേറൊരു കളറുണ്ട്, ഒരു ഓറഞ്ച്.
അപ്പോൾ ഇത് ഓറഞ്ച് ഞാൻ എടുക്കണ്ട്. ഇതും പഴയ മിഠായി കേട്ടാ. ആ പോപ്പിൻസിൻ്റെ മണം, പോപ്പിൻസ് മിഠായിയുടെ മണം, പോപ്പിൻസ്. പിന്നെ മറ്റേ നമ്മുടെ കൊടൈക്കനാലിൽ മിഠായി, കൊടൈക്കനാലിൽ ഇങ്ങനത്തെ ഒരു മാൻ്റെ ഷേപ്പ് കോലുമുട്ടായി പോലത്തെ, അതിൽ ഇതിനെക്കാട്ടും കട്ടിയുണ്ട്. അങ്ങനെ ഇനി ഒരു 3 മിഠായും കൂടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. നല്ല ഭംഗിയത്. എനിക്ക് ബ്ലൂ. ഇതാപ്പടെ ഒരു കളറുള്ളൂ. ഇതാപ്പടെ ഒരു കളറുള്ളൂ കേട്ടോ. ഒരു ഇതും 2 കളറുണ്ട്. ഇത് 2 കളറുണ്ട്. ഞാൻ പെട്ടെന്ന് എന്താണത്? എന്താ ടേസ്റ്റ്? വിക്സ് മിഠായിയാ? ഞാനപ്പോൾ ഇതൊന്ന് കഴിച്ചോട്ടെ. ഇത് പോളോന്റെ രുചി, പോളോ മിഠായിയുടെ രുചി. ഇനി ഇതേതാ? നാരങ്ങ മിഠായി. ഇനി നാരങ്ങ മിഠായിയാണ് ഞങ്ങൾ തുറക്കാൻ പോകണം അല്ലേ? അങ്ങനെ ഞങ്ങളിതേ നാരങ്ങ മിഠായി. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർക്ക് എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ കഴിച്ച മിഠായികൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിനക്കൊരു വേറെ കളറ് നാരങ്ങ മിഠായിക്കും അതേ രുചി കേട്ടാ, പണ്ടത്തെ അതേ രുചി നാരങ്ങ മിഠായിക്കും. ഇവള് കുറേ നേരമായിട്ട് ഈ സിഗരറ്റുമ്പോൾ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ സിഗരറ്റാണ് വേണ്ടത്. സിഗരറ്റിനൊക്കെ ഒന്ന് അടിമയാൻ പാടില്ല കേട്ടോ. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് കേട്ടാ. ഇവിടെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ അവസാനം ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ടാണ് വീട്ടിൽ ഏറ്റവും ആദ്യം വേണമെന്ന് പറഞ്ഞാൽ ഈ സിഗരറ്റ് മിഠായി ഞങ്ങൾ ഏറ്റവും അവസാനത്തേക്ക് ആക്കിയത്. ഓക്കെ, അതെ, ഇതാണ് സിഗരറ്റ് മിഠായി. പണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ സിഗരറ്റ് വലിക്കണോട്ടൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ സിഗരറ്റ് മിഠായി മേടിക്കുമായിരുന്നു. അപ്പോൾ ആ സിഗരറ്റ് മിഠായിയും കൂടി നമുക്ക് കിട്ടി. അപ്പോൾ അതേ സിഗരറ്റ് മിഠായി ഇപ്പം ഇതുമേൽ എന്തിട്ടാണ് സ്വീറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, സ്വീറ്റ് അല്ലേ? അങ്ങനെയല്ല, അതിൻ്റെ ഉള്ളിലുള്ള മിഠായി മാത്രമേ എടുക്കാൻ പോകുള്ളൂ. ഇതിങ്ങനെ പൊളിച്ചൊഴിയാൻ നേരത്ത് ഇതിൻ്റെ ഉള്ള മിഠായി മാത്രമോട് കിട്ടും കേട്ടോ. ചോക്ക് പോലെ ഇരിക്കും. അതാണ് നമ്മൾ കഴിക്കേണ്ടത്. കടലാസ് നമ്മൾ കഴിക്കാൻ പാടില്ല കേട്ടോ. കറക്കണ മിഠായി വേണോ അല്ലേ? അതിനെന്തിട്ടാ പറയാ, കറക്കണ സാധനത്തിന് നമ്മളൊരു പങ്കെന്നാണ് എന്തോ ഒരു പേര് പറയുമായിരുന്നു. എന്നിട്ട് അത് ഞങ്ങൾ ഉണ്ടല്ലോ ഈ സോഡയുടെ കുപ്പിയിൽ സോഡ കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ. സോഡയുടെ അറ്റത്തൊരു ഇതുണ്ടാവും. ആ സോഡ പൂളുമ്മേലി ഞങ്ങളിങ്ങനെ റബ്ബർ ബാൻഡ് ഇടും ഉള്ളിൽ കൂടി, എന്നിട്ട് വലിക്കും. അപ്പോൾ നല്ല രസമായിട്ട് കറങ്ങും. അങ്ങനെ നമ്മളിത് സിഗരറ്റ് മിഠായും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഞങ്ങൾ ഇന്ന് ചെയ്തത്. ആണോ? ഇഷ്ടപ്പെടാ? ഇതെന്തോ കിക്കടിച്ച പോലെയുള്ള അപ്പൊ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 തരത്തിലുള്ള പഴയ മിഠായികൾ, അതായത് നമ്മുടെയൊക്കെ 90 കിഡ്സിൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന മിഠായികൾ നമ്മൾ ഈ പറഞ്ഞ 2024 അല്ലെങ്കിൽ 2020 ഉള്ള കുട്ടികളെ നമ്മളൊന്ന് പരിചയപ്പെടുത്തിയതാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടാ? അപ്പോൾ നിങ്ങളുടെ കാഡ്ബറിയും ഞങ്ങളുടെ ഈ പഴയ മിഠായിയൊക്കെ തമ്മിൽ താരതമ്യം ചെയ്താൽ ഏതാണ് നല്ലത്? രണ്ടും നല്ലതാണെന്നാണ് അവൻ പറയടാ. നിനക്ക് ഇതാണ് ഇഷ്ടമായാ? എന്നിട്ട് ഈ 3 എണ്ണം മാറ്റി വെച്ചല്ലോ, അത് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കോലുമിഠായി ഇല്ല, ഈ പങ്കയാണോ? കോയിൻ മിഠായി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ ബൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയ പഴയ മിഠായികൾ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക്, നമ്മുടെ കുട്ടന്മാർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നാളെ ഒരു അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ ബൈ ബൈ.